അനേകർ ദൂരദേശത്തു നിന്നും ജോലിക്കും പഠനത്തിനുമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു. ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. ഈ സഭയോടനുബന്ധിച്ച് ഇവിടെ വരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ് അത് വളരെ നല്ലതാണ്. ദൈവം ഈ സഭയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് 2 പൈതങ്ങളുണ്ട്. എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ബുധനാഴ്ച ഞങ്ങൾ തിരിച്ചു കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് നമുക്ക് വേദ ഭാഗം എടുക്കാം. 1 പത്രോസ് 4:8 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. ലേഖനങ്ങൾ സഭയോടനുബന്ധിച്ച് സഭയുടെ കമ്മ്യൂണിറ്റി ലൈഫിനെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരും ദേവദാസന്മാരും ലേഖനങ്ങളെ എഴുതുവാനിടയായി തീർന്നത്. പത്രോസ് ഇത് എഴുതുമ്പോൾ പത്രോസിന്റെ ജീവിതത്തില് ഇത് വലിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ഇത് എഴുതുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും 2 ഭാഗങ്ങളുണ്ട്. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന. സകലത്തിനു മുമ്പേ, സകലത്തിനും മീതെ, സകലത്തിനും ഉപരിയായിട്ട് എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുക. സെലസ് ലവ്. ഹല്ലേലൂയ. ഒരു ഉറ്റ സ്നേഹം, കൂടിയ സ്നേഹം, തീവ്രമായ ഒരു സ്നേഹം ഉള്ളവരായിരിക്കുക എന്നാണ് പറയുന്നത്. സകലത്തിനു മുമ്പേ എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്കറിയാം. കാരണം ദൈവം സ്നേഹമാകുന്നതുകൊണ്ട് സ്നേഹം സകലത്തിനും മീതെ ഇരിക്കുന്നു. ദൈവം സകലത്തിനും മീതെ പരമാധികാരിയായി സകലത്തിനും മീതെ അധിവസിക്കുന്ന ദൈവമുള്ളത് കൊണ്ട് സ്നേഹത്തിനും ആ പ്രാധാന്യമാണ് പത്രോസ് ഇവിടെ കൊടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് സ്നേഹം എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്നും ലോകത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പല കാര്യങ്ങളും സ്നേഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പത്രോസ് ഉദ്ബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്? സകലത്തിനും മീതെ ഉറ്റ സ്നേഹം. ഹല്ലേലൂയ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഗാപ്പെ ലവ് ആണ്. ഹല്ലേലൂയ. ദൈവ സ്നേഹം ഉള്ളവരായിരിക്കുക. ഹല്ലേലൂയ. സകലത്തിനും മീതെ ദൈവ സ്നേഹം ഉള്ളവരായിരിക്കുക. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ ജീവിക്കാത്തവൻ ദൈവമകനല്ല, വിശ്വാസിയല്ല, ക്രിസ്ത്യാനി അല്ല. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. പത്രോസിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പത്രോസിന്റെ ജീവിതത്തിൽ എന്താ ഉണ്ടായ? ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞവനാ. ഹല്ലേലൂയ. യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവനാ. യേശു എന്താ ചെയ്ത്? ക്രൂശിൽ നിന്നിറങ്ങി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പത്രോസിനെ തേടി പോവുകയാണ്, ചോദിക്കുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ. സ്നേഹമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ കഴിയത്തില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമില്ല, നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സ്നേഹമില്ലാതെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇത് വെറും ഒരു വൈകാരികതയ്ക്ക് അപ്പുറമായിട്ട്, ഹല്ലേലൂയ, ഒരു ഫീലിങ്ങിന് അപ്പുറമായിട്ട് ദൈവം നൽകുന്ന, ഹല്ലേലൂയ, ഒരു 360 ഡിഗ്രി ഡെഫിനീഷൻ ആ സ്നേഹത്തിന്. ഹല്ലേലൂയ. അത് വെറും വൈകാരികമായിട്ടുള്ള കാര്യമല്ല, ഇതൊരു ആക്ഷനാ. ഹല്ലേലൂയ. ജീവിതത്തിലെ മൊത്തം പ്രവൃത്തി ഇതിൽ കാണുവാൻ സാധിക്കും. ഓരോ നിമിഷവും സ്നേഹത്തിലൂടെ അല്ലാതെ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവമകന് ജീവിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവും പത്രോസിനടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും പത്രോസിന്റെ മനസ്സിൽ വളരെ വേദനയായി. ഹല്ലേലൂയ. ആ സമയത്ത് യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുള്ളൂ, എൻ്റെ ആടുകളെ മേയിക്കുക. ഹല്ലേലൂയ. യേശു ഒന്നും തിരിച്ചാഗ്രഹിക്കുന്നില്ല.
തൻ്റെ ജീവിതത്തിലോട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ സഭയെ മേയിക്കുവാൻ, തൻ്റെ ആടുകളെ മേയിക്കുവാൻ, തൻ്റെ മക്കളെ നോക്കുവാനാണ് പത്രോസിനോടും പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് ഒന്നും തിരിച്ചാഗ്രഹിക്കാത്ത ഒരു അഗാപ്പെ ലവിനെ കുറിച്ചാണ് പത്രോസ് ഇവിടെ പറയുന്നത്. കാരണം പത്രോസിന് ഇത് നന്നായിട്ട് അറിയാം. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ, തൻ്റെ ഗുരുവിനെ മാറോട് ചേർന്ന് നടന്ന ആ വ്യക്തിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിപ്പറഞ്ഞതാ. ഹല്ലേലൂയ. അത് കണ്ട് അത് കണക്കിടാതെ യേശു ക്രിസ്തു പുറകെ ഓടിച്ചെന്ന് അവനെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുക, തികഞ്ഞ സ്നേഹമുള്ളവരായിരിക്കുക. സകലത്തിനും മീതെ നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്താണ്? ഹല്ലേലൂയ. എനിക്കും നിനക്കും ഉണ്ടാകേണ്ടത് എന്താണ്? സ്നേഹമാണ്. ഹല്ലേലൂയ. കർത്താവും അത് തന്നെ പറഞ്ഞു, നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടെ, മുഴുവൻ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ആ സ്നേഹം കഴിഞ്ഞിട്ടേ ഒന്നുള്ളൂ. രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. NKJV വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചാരിറ്റി കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻ. ഹല്ലേലൂയ. ചാരിറ്റി അത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സഭയെ പോപ്പുമാരും മറ്റുള്ളവരും ഇത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ വാക്കിലൂടെ. ചാരിറ്റി, ഹല്ലേലൂയ, ദാനധർമ്മം എന്തു ചെയ്യും? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. പല ഭണ്ഡാരങ്ങളിലും പല നേർച്ച പെട്ടികളുടെ മുമ്പിലും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാനധർമ്മം ആപത്തുകളെ തടയും. സെയിം ലൈനിൽ വരുന്ന കാര്യമാണ് നമ്മുടെ പഴയ പുരോഹിതന്മാരും പഴയ ആത്മീയ നേതാക്കളും പഠിപ്പിച്ചിരുന്നത്. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. നാം എന്ത് പാപം ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും, നാളെ ചെന്ന് കുറച്ച് ചാരിറ്റി ചെയ്താൽ, ഹല്ലേലൂയ, കുറച്ച് ദാനധർമ്മം ചെയ്താൽ, കുറച്ച് സ്നേഹം പ്രകടിപ്പിച്ചാൽ, അതിനർത്ഥം എന്താ? അത് നിന്റെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് ഇതിലോട്ട് ചിന്തിക്കുമ്പോൾ, ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു എബ്രായ അണ്ടർസ്റ്റാൻഡിങ് ആ. ഹല്ലേലൂയ. എബ്രായ ചിന്തയാ മറയ്ക്കുന്നു എന്നുള്ള കാര്യം. അതിനായിട്ട് നമുക്ക് തുറക്കാം സദൃശ്യവാക്യങ്ങൾ അതിന്റെ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, സങ്കീർത്തനം 32-ന്റെ 1-ാം വാക്യം വായിക്കാം. പകവഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. ഹല്ലേലൂയ. മൂടുന്നു, മറയ്ക്കുന്നു. വായിക്കാമോ? സങ്കീർത്തനം 32-ന്റെ 1. ഓക്കെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും. ഹല്ലേലൂയ. നമുക്കറിയാം സങ്കീർത്തനങ്ങളൊക്കെ ഗാനങ്ങളാ, പ്രാസങ്ങളുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും, ലംഘനം പാപം ക്ഷമിച്ചും മറച്ചും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചാൽ നമുക്കൊന്നുകൂടെ ക്ലിയർ ആവും. സങ്കീർത്തനം 85-ന്റെ 2. ഹല്ലേലൂയ. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അകൃത്യം മോചിച്ചു, പാപങ്ങളെ മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ. മോചിക്കുക, മൂടിക്കളയുക, ക്ഷമിക്കുക, മറയ്ക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളത്, ഇതൊരു എബ്രായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ഇതെഴുതുന്നത്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം നാം എന്ത് തെറ്റ് ചെയ്യും, എന്ത് പാപം ചെയ്യും, എന്ത് അകൃത്യം ചെയ്തിട്ട് നാളെ നാം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, നാളെ നാം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അകൃത്യം മൂടിപ്പോകും എന്നല്ല, നമ്മുടെ അകൃത്യം മറഞ്ഞു പോകും എന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ എന്താണ്? ക്ഷമിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഉൾക്കൊണ്ട ഏറ്റവും വലിയ ഘടകമാണ് ക്ഷമിക്കുക. ഹല്ലേലൂയ. ക്ഷമയില്ലാതെ
സ്നേഹമില്ല. ഹല്ലേലൂയ. ക്ഷമയില്ലാതെ സ്നേഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ദൈവ സ്നേഹത്തിൽ തീവ്രതയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. അതിൽ തികഞ്ഞവരായിരിക്കുക. ദൈവ സ്നേഹം ഒരു വൈകാരികമായ പ്രവൃത്തിയല്ല, അത് ജീവിതത്തിന്റെ 360 ഡിഗ്രിയിലുമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ക്ഷമിക്കുക എന്നാൽ മാത്രം ആ സ്നേഹം മുന്നോട്ട് പോവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന കുടുംബത്തില്, നമ്മുടെ സഭയില്, നമ്മുടെ സമൂഹത്തില്, നാം ജോലി ചെയ്യുന്ന മേഖലകളില് ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് ഇത് നന്നായിട്ട് അറിയാം. യേശു കർത്താവ് ക്ഷമിച്ചത് കൊണ്ടാ. യേശു കർത്താവ് കുരിശിൽ കയറുന്നതിന് മുമ്പ് പത്രോസ് ആണ് ഇത്രയും വലിയൊരു പാതകം ചെയ്തു. തന്റെ കൂടെ നടന്ന 3 പേരിൽ ഒരുവനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസിനെ തേടി യേശു കർത്താവ് വരുന്നു, ക്ഷമിക്കുന്നു, അവനെ ചേർത്ത് നിർത്തുന്നു, അവനോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹത്തെക്കുറിച്ച്, ആ ക്ഷമയെക്കുറിച്ച് പത്രോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പത്രോസ് പറയുന്നത്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. എനിക്കിന്ന് പറയുവാനുള്ളത്, ക്ഷമയില്ലെങ്കിൽ നമ്മുടെ സ്നേഹം മുന്നോട്ട് പോകത്തില്ല. ക്ഷമയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമുക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സഭ മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ മിനിസ്ട്രി മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ മനസ്സിലാക്കണം. ക്ഷമ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. എങ്ങനെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാ? ഹല്ലേലൂയ. ഫോർഗീവും ഫോർഗറ്റും ഏകദേശം ഒരുപോലെ വരുന്നു. ഹല്ലേലൂയ. നാം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മറക്കുവാനും തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എൻ്റെ പൈതലിനെ നോക്കി. എൻ്റെ 3 വയസ്സുള്ള മകൻ, അവൻ ചെറിയ കുസൃതി ചെയ്തു. ഞാൻ വഴക്ക് പറഞ്ഞു. പക്ഷെ 1 മിനിറ്റിന് ശേഷം അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹല്ലേലൂയ. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. ഹല്ലേലൂയ. അപ്പ എന്ന് വിളിച്ച് അവൻ അടുത്തേക്ക് വന്നു. ആ ഒരു പ്രവൃത്തി എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതാണ് ക്ഷമിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം മറക്കുക. ഒരു വ്യക്തി തന്നോട് എന്ത് തെറ്റ് ചെയ്താലും, തന്നോട് എന്ത് ദ്രോഹം ചെയ്താലും അതിനെ പൂർണ്ണമായി മറന്ന് ഒരു പൈതലിനെ പോലെ ഓടിച്ചെല്ലുവാൻ, നാണം കെട്ടുകൊണ്ട് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞാലാണ്, ഹല്ലേലൂയ, ഒരു നാണമില്ലാതെ കടന്നു ചെല്ലുവാൻ കഴിഞ്ഞാലാണ് ആ സ്നേഹം പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. റൂബിൻ കാർട്ടർ എന്നു പേരുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പലർക്കും അറിയാം. അദ്ദേഹം ഒരു അമേരിക്കൻ കനേഡിയൻ ബോക്സർ ആയിരുന്നു. 29ാമത്തെ വയസ്സിൽ പ്രശസ്തിയുടെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ഒരു കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടുകൊണ്ട് 20 വർഷത്തോളം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. DNA ഇല്ലായിരുന്ന സമയത്ത് അങ്ങനെ 20 വർഷക്കാലം തന്റെ ഏറ്റവും നല്ല സമയം, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം ജയിലിൽ ചെലവഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഹേബിയസ് കോർപ്പസ് കൊടുത്ത് പുറത്തു വരുമ്പോൾ അനേകർ ചോദിച്ചു. അദ്ദേഹം അവിടെ വെച്ച് യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അനേകർ ചോദിച്ചു, നിനക്ക് ആരോടും പകയില്ലേ, നിനക്ക് ആരോടും കയ്പില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കയ്പ് എന്റെ ജീവിതത്തെ തിന്നുകളയും, കയ്പ് എന്റെ ജീവിതത്തെ നശിപ്പിക്കും. ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് മറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മറക്കുവാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. ഹല്ലേലൂയ. പല പകയുടെ അനുഭവങ്ങളെ, കയ്പിന്റെ അനുഭവങ്ങളെ, ദ്രോഹത്തിന്റെ, അനേകരെ നിന്നെ ഉപദ്രവിച്ചത്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം മറക്കുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ നിനക്ക് കഴിയും. അത് നിന്റെ ജീവിതത്തിൽ കയ്പായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ മിനിസ്ട്രിയില്, നിന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകത്തില്ല. മറക്കുവാൻ നാം പഠിക്കണം. ഹല്ലേലൂയ. ഒരു പൈതലിനെ പോലെ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ സകലവും മറന്നുകൊണ്ട് വീണ്ടും ഓടിച്ചെല്ലുന്ന, സ്നേഹിക്കുന്ന ഒരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ക്ഷമയെക്കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ചപ്പോൾ മത്തായി 18:21 മുതലുള്ള ഭാഗങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ 10,000 താലന്ത് കടപ്പെട്ട ഒരു വ്യക്തിയെ ഇവിടെ കടം മോചിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം അത് മോചിക്കപ്പെട്ടിട്ട് 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ നമ്പറാ. 6,000 ദനാരിയ വെള്ളിക്കാശാണ്
ഒരു താലന്ത്. ഒരു വെള്ളിക്കാശാണ് ഒരു ദിവസത്തെ ഒരുവന്റെ വരുമാനം. അങ്ങനെ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് കടമുള്ള ഒരു വ്യക്തിയെ ദൈവരാജ്യം ക്ഷമിക്കുകയാണ്. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നു? 200 വെള്ളിക്കാശ് കടമുള്ള ഒരുത്തന്റെ കൊങ്ങിക്ക് പിടിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മേശയ്ക്ക് മുമ്പില്, ഹല്ലേലൂയ, കർത്താവിന്റെ മേശയ്ക്ക് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം എന്താ ചിന്തിക്കുന്നത്? കർത്താവ് ഇത്ര വലിയ ചീഞ്ഞളിഞ്ഞ് നമ്മുടെ തെറ്റുകളെയൊക്കെ ക്ഷമിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ സ്നേഹിച്ചു. കാൽവരി ക്രൂശിലെ രക്തത്തിൽ നമ്മളെ മറച്ചു, നമ്മുടെ പാപങ്ങളെ മറച്ചു. ഹല്ലേലൂയ. നമ്മെ നീതിമാന്മാരാക്കി മാറ്റി. പക്ഷെ നാം എന്താ? ഹല്ലേലൂയ. ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നാം ഫോൺ വിളിക്കുന്നു, നാം ചോദിക്കുന്നു, അയൽവക്കക്കാരന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നു, അവനെ കുറ്റം വിധിക്കുന്നു, നമ്മുടെ കൂട്ടു സഹോദരന്റെ കുറ്റം നാം കണ്ടുപിടിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലുള്ള അനുഭവം ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വചനവുമായിട്ട് നിൽക്കുവാൻ എനിക്കൊരു പ്രാപ്തിയില്ല. ഹല്ലേലൂയ. ഉഗ്രകോപം, ഹല്ലേലൂയ, ക്ഷമിക്കുവാൻ കഴിയാതെ മറ്റൊരുവന്റെ കുറ്റം കണ്ടെത്തിക്കൊണ്ട് അവന്റെ പുറകെ ഓടുന്ന അനുഭവം നമുക്കില്ലേ? ഹല്ലേലൂയ. 10,000 താലന്തുകൾ ക്ഷമിച്ച ആ സ്വർഗത്തോട്, ഹല്ലേലൂയ, അതിന്റെ ഒരു അംശമെങ്കിലും സ്നേഹം കാണിക്കുവാൻ, ക്ഷമ കാണിക്കുവാൻ നമുക്ക് കഴിയത്തില്ലേ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് ഈ മേശയ്ക്ക് മുമ്പിൽ നമുക്ക് എങ്ങനെ ഇരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് ഈ മേശയ്ക്ക് മുമ്പിൽ, ഹല്ലേലൂയ, നാം എങ്ങനെ ഇതിന്റെ ഭാഗവാക്കുകളാകുവാൻ കഴിയും? ഹല്ലേലൂയ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. തീവ്രമായ ഒരു സ്നേഹം, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പത്രോസ് തന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സ്നേഹം എന്തു ചെയ്യുന്നു? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നാമൊക്കെ ഈ ലോകത്തിൽ എന്തിനാ ആയിരിക്കുന്നത്? നമ്മുടെയൊക്കെ പദ്ധതി എന്താ? നമ്മളെ കുറിച്ചൊക്കെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ഹല്ലേലൂയ. ഒരേ വാക്കുള്ളൂ: ആത്മാക്കളെ നേടുക. ഹല്ലേലൂയ. അനേകരെ നേടുക. അതാണ് നമ്മുടെ ബിസിനസ്. ഹല്ലേലൂയ. വേറെ ഒരു ബിസിനസ്സും ഇല്ല. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തില് നമുക്കത് കാണുവാൻ സാധിക്കും. 5:20. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? യാക്കോബ് 5:20. ഹല്ലേലൂയ. പാപിയെ നേർവഴിക്കാക്കുവാൻ, ഹല്ലേലൂയ, പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ മറച്ചു? അവനെ രക്ഷിക്കുന്നത് എങ്ങനെയാ? അവന്റെ ജീവനെ രക്ഷിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. നിന്റെ അയൽവക്കക്കാരനോട്, നിന്റെ കൂട്ടു സഹോദരനോട്, നിന്റെ കുടുംബത്തിലുള്ളവരോട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റുകളെ, ഹല്ലേലൂയ, അവർ ചെയ്ത തെറ്റുകളെ മറക്കുവാൻ കഴിഞ്ഞാൽ, അത് സ്നേഹത്തോടെ ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവരെ നേടുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന മേഖലകളില്, ഹല്ലേലൂയ, ബീഹാറിൽ നോർത്ത് ഇന്ത്യയിലെ അനേക പ്രദേശങ്ങളിൽ ദൈവദാസന്മാർ വർക്ക് ചെയ്യുന്നു. വളരെ ക്ഷമയോടും വളരെ സ്നേഹത്തോടും ദൈവത്തിന്റെ വേല ചെയ്താൽ അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അനേക തെറ്റുകളെ ക്ഷമിക്കുവാൻ, അതിനെ മറയ്ക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാപിയെ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മുടെ സഭകളിൽ എന്താ നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ എന്താ നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയിൽ എന്താ നടക്കുന്നത്? ഹല്ലേലൂയ. അത് ഓർത്തു കഴിഞ്ഞാൽ ഒരു പാരമ്പര്യവും ഇല്ലാത്ത നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അനേക പ്രദേശങ്ങളില് ദൈവത്തെ അറിയാത്തവരോട് എത്ര നാം ക്ഷമിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമാ നമ്മുടെ വേല മുന്നോട്ട് പോകത്തുള്ളൂ, നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. യേശു കർത്താവ് ഇങ്ങനെ പറയുകയാണ്: നീ യാഗപീഠത്തിലോട്ട് പോകുമ്പോൾ, വഴിപാട് അർപ്പിക്കുവാൻ പോകുമ്പോൾ, നിന്റെ സഹോദരനോട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, പിഴച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, വഴിപാട് അവിടെ വെച്ച് നിന്റെ സഹോദരൻ അടുത്ത് പോകുന്നു അത് നിരപ്പാക്കണം എന്നാ പറയുന്നത്. ഹല്ലേലൂയ. യാഗത്തിന് അവിടെ പ്രാധാന്യമില്ല, യാഗപീഠത്തിന് അവിടെ പ്രാധാന്യമില്ല. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന, യേശു കർത്താവ് പ്രാധാന്യം കൊടുക്കുന്ന എന്താ? നിന്റെ റിലേഷൻഷിപ്പാ. ഹല്ലേലൂയ. നിന്റെ സ്നേഹമാ, നിന്റെ വ്യക്തിബന്ധങ്ങളാ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ആരാധനയ്ക്ക്, പാട്ടിന്, ഹല്ലേലൂയ, സ്തോത്ര കാഴ്ചയ്ക്ക് പ്രാധാന്യമുള്ളൂ. നിന്റെ കുടുംബത്തിലെ ബന്ധം നന്നാവാതെ, നമ്മുടെ അയൽവക്കാരോടുള്ള ബന്ധം നന്നാവാതെ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലുള്ള ബന്ധം നന്നാവാതെ, ഹല്ലേലൂയ, അന്യഭാഷ പറഞ്ഞിട്ടോ ദൈവത്തെ ഇവിടെ വന്ന് ആരാധിച്ചിട്ടോ അതിനൊന്നും പ്രാധാന്യമില്ല. ദൈവം പറയുകയാണ്, തിരിഞ്ഞു പോയി അവരോട് നിരപ്പ് പ്രാപിച്ചിട്ട്
വന്ന് യാഗമർപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ വലിയ ഉച്ചത്തിലോ വളരെ വലിയ കാര്യങ്ങളിലോ എനിക്ക് പറയുവാനുള്ള കാര്യമല്ല ഇത്. ഹല്ലേലൂയ. ശാന്തമായിട്ട് നിങ്ങളോട് പറയുവാനുള്ള കാര്യമാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അനേകരെ രക്ഷിക്കുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ സ്നേഹത്തിനാകും. ഹല്ലേലൂയ. നാം പറയുന്നു നാം ഈ ബൈബിളിന്റെ പിന്മുറക്കാരാണ്. ഹല്ലേലൂയ. നാം ഈ പുസ്തകത്തിന്റെ പിന്മുറക്കാരാണ്, നാം ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ എന്ന് നാം പറയുന്നു. ഹല്ലേലൂയ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹമാണ് ഇതില് പ്രതിപാദിത്യമായിട്ടുള്ള വിഷയം. ഹല്ലേലൂയ. അത് നാം പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തില്, അത് നമ്മുടെ മേഖലകളിൽ നമ്മൾ നിറവേറ്റുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, പഴയ കാര്യങ്ങളെ മറക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം നാം എങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. അത് നിന്റെ വ്യക്തി ജീവിതത്തിന് തന്നെ ഗുണമുണ്ടാകും. ഹല്ലേലൂയ. നീ മറക്കുവാൻ ശ്രമിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ ആത്മധൈര്യത്തിന് തന്നെ അത് കരുത്ത് നൽകും. ഹല്ലേലൂയ. നീ പഴയ കയ്പിനെ, നീ പഴയ പകയെ മറന്ന്, ഹല്ലേലൂയ, നീ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിന്റെ, ഹല്ലേലൂയ, കർത്താവിന്റെ മേശയ്ക്ക് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവമേശയ്ക്ക് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ പാടുവീടുകളെ നാം സ്മരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാപങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ ദൈവത്തോട് അടുപ്പിക്കാതിരുന്ന പല കാര്യങ്ങളെയും മറന്ന്, ഹല്ലേലൂയ, ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പിന്മുറക്കാരാണ് നാം. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ കൂട്ടുവേലക്കാരെ സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ചെറിയ ചിന്തയോടെ, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ഹല്ലേലൂയ. ചില കാര്യങ്ങളെ മറക്കുവാൻ, വീണ്ടും വീണ്ടും ഓർമ്മിച്ച്, അത് നമ്മുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, പ്രിന്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളെയും ഇന്ന് മായ്ച്ചു കളയുവാൻ, ഹല്ലേലൂയ, നിറൈസ് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. എങ്കിൽ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഉത്തേജകം ദൈവം നൽകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടിയനെയും കുടുംബത്തെയും മിനിസ്ട്രിയും ഓർത്ത് നിങ്ങൾ എല്ലാവരും വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നല്ല ദൈവിക ആലോചനകൾക്കായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ ശത്രുവാം എന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവാം എന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൽ അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപനേ അതുല്യ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരാമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, ലോകസ്ഥാപനം എന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ നീതിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ നീതിയാൽ എന്നെ
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. ഓ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്നാതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്നാതീതമത്രേ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക സന്ദേശം പ്രിയ ജാക്സനോടെ കേൾക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. 10-15 കൊല്ലം മുമ്പ് ഇതുപോലെ ഈ പായിൽ ഈ പിള്ളേരിരിക്കുന്നത് പോലെ താൻ ഇവിടെ ഇരുന്നതാണ്. പ്രൈസ് ടയറ്റായിൽ ഒരു സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് ഇവിടെ വന്നത്. ഇന്ന് താൻ ഒരു മിഷണറി ആയിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. തൻ്റെ NTCയിൽ തൻ്റെ BD കഴിഞ്ഞു. തൻ്റെ ഭാര്യ ഒരു എഞ്ചിനീയറാണ്. എന്നാൽ അതൊക്കെ വിട്ട് അവരുടെ സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മുന്നിരിക്കുന്ന ആളുകൾ ആരായി തീരാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വലിയ പദ്ധതികൾ നമ്മെക്കുറിച്ചുണ്ട്. എനിക്ക് എന്തോ സന്തോഷമുണ്ട്. ഇവിടെ തബല വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യൻ. അവന്റെ കുഞ്ഞു പ്രായം മുതലേ നമുക്കറിയാം അവനങ്ങനെ അധികം വർത്താനൊന്നും പറയുന്നൊരു ടൈപ്പല്ല. എന്നാലും ദൈവം കൊടുത്ത ടാലന്റിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പേജലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പാട്ടുകാരായി ആരാധകരും ശുശ്രൂഷകരും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആവശ്യമാണ്. ദൈവം ഓരോരുത്തരായിട്ട് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. നല്ലൊരു ദൈവിക ആലോചന ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുറന്ന് അല്പനേരം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാം. കർത്താവിന്റെ ദാസൻ സംസാരിച്ച് കൊണ്ടിരുന്ന വേദഭാഗങ്ങൾ അതിന്റെ തുടർച്ച ആയിട്ടാണ് ഞാനും പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ദൈവവചനം പങ്കിടുന്നത്. ബൈബിൾ യോഹന്നാന്റെ രണ്ടാമത്തെ ലേഖനം, യോഹന്നാന്റെ രണ്ടാം ലേഖനം, സെക്കൻഡ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ. സ്നേഹത്തിന്റെ അപ്പോസ്തലനാണല്ലോ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ രണ്ടാം ലേഖനം, അതിലൊരൊറ്റ അധ്യായം 13 വാക്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. എല്ലാവരും ബൈബിൾ എടുക്കുക, ബൈബിൾ തുറക്കുക. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. Everyone who goes on ahead and does not abide in the teaching of Christ does not have God. Whoever abides in the teaching has both the Father and the Son. അതിര് കടക്കുന്നവന് ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. അപ്പോസ്തലനായ യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അനാവരണം ചെയ്യുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. പിന്നീട് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് വിശുദ്ധ ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകമാണ്. പുതിയ ആകാശ പുതിയ ഭൂമിയെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ദൈവ പദ്ധതികളെ അവിടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. മൂപ്പനായ, പാസ്റ്ററായ, പ്രസ്ബിറ്ററായ യോഹന്നാൻ ശ്ലീഹായുടെ മനസ്സാണ് 3 ലേഖനങ്ങൾ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ലേഖനം 4-5 അധ്യായങ്ങളുള്ളതാണ്, സുദീർഘമാണ്. 2-3 ലേഖനങ്ങൾ ഓരോ പേജ് മാത്രമേ ഉള്ളൂ. ഈ രണ്ടാമത്തെ ലേഖനം സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നത് മാന്യ നായിക, ഇലക്ട് ലേഡി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ അവസാന വാചകത്തിൽ ഗ്രീറ്റിംഗ്സ് പറയുമ്പോഴും നാം അത് തന്നെയാണ് വായിക്കുന്നത്. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ദ ചിൽഡ്രൻ ഓഫ് യുവർ ഇലക്ട് സിസ്റ്റർ ഗ്രീറ്റ് യു. നമ്മൾ അതിലേക്ക് വരാൻ വേഗതയില്ല. മൂന്നാമത്തെ ലേഖനം ഗായോസ് എന്ന് പറയുന്ന ഒരു സഭാ ശുശ്രൂഷകനുള്ള പ്രബോധനമാണ്. ഈ ഓരോ കടലാസ് മാത്രമുള്ള, ഒരു പേജ് മാത്രമുള്ള 2 ലേഖനങ്ങൾ. ആദ്യത്തേതിന് 13 വാക്യങ്ങളും രണ്ടാമത്തേതിന് 15 വാക്യങ്ങളേ ഉള്ളൂ. ഒറ്റ ശ്വാസത്തിന് വായിച്ചു തീർക്കാവുന്നതാണിത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സന്ദേശം
രണ്ട് വ്യത്യസ്തങ്ങളായ സന്ദേശം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം, 2:10, നിങ്ങൾ ദയവായി ബൈബിൾ എടുക്കുക, ബൈബിൾ തുറക്കുക. നമ്മുടെ പരിചിതമായ ഒരു വചന ശുശ്രൂഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന പാസേജുകൾ അല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ എന്നോട് കൂടെ. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തിക്ക് കൂട്ടാളികൾ അല്ലോ. അപ്പൊ വീട്ടിൽ കയറ്റരുതെന്നാ. ഇനി 3-ാമത്തെ ലേഖനത്തിലേക്ക് നിങ്ങൾ വരിക. 3-ാമത്തെ ലേഖനത്തിലേക്ക് വരിക. അതിന്റെ 10-ാമത്തെ വാക്യം. 1-10, 3-10 ഒരു ഭംഗിയായിട്ട് അതിന്റെ ആ ഒരു ക്രമം തന്നെ. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്കു പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഒരിടത്ത് യോഹന്നാൻ പറയുന്നത് വാതിൽ അടയ്ക്കാനാ. ക്ലോസ് യുവർ ഡോർസ്. വാതിൽ അടയ്ക്കണം. എന്നാൽ 3-ാമത്തെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ വാതിൽ മലക്ക് തുറക്കണം. ശുശ്രൂഷകരെ, ദൈവവചനവുമായി വരുന്ന സന്ദർശക പ്രഭാഷകന്മാരെ അവരെ പ്രവേശിപ്പിക്കണം. എന്ന സഭയിൽ ഒരാളുണ്ട്, അയാൾ മുടക്കുന്നു, ആളുകളെ തടയുന്നു. അയാളൊട്ട് വീട്ടിൽ ഒരാളെ കയറ്റുകയോ ഒരു സഹായം ചെയ്യുകയോ ഇല്ല എന്ന് മാത്രമല്ല, ചെയ്യുന്ന ആളുകളെ സഭയിൽ നിന്ന് എന്ത് ചെയ്യാം? ഡിസ്മിസ് ചെയ്യുകയാണ്. അപ്പൊ സ്നേഹത്തിന്റെ 2 മുഖങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഒരിടത്ത് പറയുകയാണ്, അപ്പം ഈ പൊതുവെ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയും, ഈ 2-ാമത്തെ ലേഖനത്തിൽ ജനറസ് ആയിട്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരുടെയും മുമ്പിൽ വാതിൽ തുറന്നു കൊടുക്കുന്ന, ഒട്ടും വിവേചനമില്ലാത്ത ഒരു മനസ്സ് ഉള്ളത് കൊണ്ട് പറയുക. ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച് തുടങ്ങിയതിന് ഞാൻ അതിന്റെ തുടർച്ചയായിട്ട് വരിക. നമ്മുടെ പാസ്നേജിനകത്ത് അദ്ദേഹം 2 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടില്ല. താൻ മുകളിൽ, ഞാൻ താഴെയായിരുന്നു. എന്റെ പ്രസംഗക്കുറിപ്പ് അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗക്കുറിപ്പ് ഞാനും കണ്ടിട്ടില്ല. ഒരു സ്തോത്രം പറഞ്ഞിട്ട് അതിന്. എന്നാൽ ഇത് പകൽ ദൈവാത്മാവ് നമ്മെ നയിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ, ഒരു കാര്യം ഗൗരവമായിട്ട് എടുക്കണം. സ്നേഹം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും നേരെ കണ്ണടക്കുകയും എല്ലാത്തിനും ആമയും പറയുകയും ചെയ്യുന്നതല്ല. സ്നേഹത്തിന്റെ അകത്ത് ഒരു വിവേകമുള്ള മനസ്സുണ്ടാവണം. അഗപ്പ എന്നത് വൈകാരികതയല്ല. അഗപ്പ എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ അകൃത്യങ്ങളെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കോട്ടയത്ത് അതിവേഗം വളർന്നുകൊണ്ടിരുന്ന ഒരു സഭയുണ്ട്. ഇപ്പോൾ ശിഥിലീകരണത്തിന്റെ പാതയിലാണ്. അതിന്റെ സീനിയർ, അദ്ദേഹം പാസ്റ്റർ എന്ന പേര് അവർ ഉപയോഗിക്കുന്നില്ല. 1-2 ആളുകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിവരം വേദനയോടുകൂടെ വിക്ടീം അവിടുത്തെ അസോസിയേറ്റ് ആളോട് സംസാരിച്ചു, മനസ്സ് തുറന്നു. മീ ടു എന്നൊക്കെ പിള്ളേര് പറയണത് പോലെ. അപ്പം സഹഭടൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങൾക്കറിയാമോ നോഹയുടെ കാര്യം? നോഹ വസ്ത്രം മാറി കിടന്നപ്പോൾ ഇളയ മകൻ കണ്ടു, മറ്റുള്ളവരെ അറിയിച്ചു. അത് നിമിത്തം എന്ത് സംഭവിച്ചു? അവൻ ശപിക്കപ്പെട്ടു. എന്ന മൂത്ത മക്കൾ ചെയ്ത് എന്താണ്? അവര് പതുക്കെ കൊണ്ടുവന്ന് അവര് കണ്ട കാഴ്ച മറ്റാരും കാണാതിരിക്കേണ്ടതിന് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് മക്കളെ, മീറ്റു എന്നുള്ളത് ഇവിടെ കൊണ്ട് അവസാനം തിരിച്ചു പോകണം. അഭിഷിക്തനാ, മുന്നിൽ നിൽക്കുന്ന ആളാ, അതിശ്രേഷ്ഠനാ, നമുക്കൊന്ന്. ഇതിന്റെ പേരാണ് അടിമത്വം. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ക്രിസ്തുവിന് മുകളിൽ ഒരു അഭിഷിക്തൻ വേറെ ഇല്ല.
ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ തല സഭയുടെ ശുശ്രൂഷകനല്ല, ദൈവസഭയുടെ തല ക്രിസ്തുവാണ്. ഇന്ന് പകൽ ആ ക്രിസ്തുവിന്റെ പരമാധികാരത്തിന് കീഴിൽ നിൽക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് എല്ലാത്തിനെയും കവറപ്പ് ചെയ്യുന്ന കാർപ്പറ്റിന് കീഴിൽ അടിച്ചു കൂട്ടിയിട്ട് അവസാനം ഇതെല്ലാം കൂടെ തകർക്കപ്പെട്ടു പോകുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ഇവിടെ 2 ലേഖനങ്ങൾ വേഗത്തിൽ പറയാം, എന്റെ മുമ്പിലുള്ള പരിമിതമായ സമയം കൊണ്ട്. 2 ലേഖനങ്ങളുടെയും പർപ്പസ് ഒന്നാണ്. ആ സഭ 2 സഭകൾക്കാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ജനലും കഥകും എല്ലാം തുറന്നിട്ടിരിക്കുക. ആര് വന്നാലും ഏത് ഉപദേശം കൊണ്ട് വന്നാൽ അവർ കയറി അങ്ങ് തകർത്തേച്ച് പോകാൻ. കാര്യം ഇവർക്ക് സ്നേഹത്തെ കുറിച്ച് അറിയാം, സ്നേഹത്തിന്റെ അകത്തുള്ള അതിഥി സൽക്കാരത്തെ കുറിച്ച് അറിയാം. എന്തിനും കൈ കൊടുത്ത് എന്തിനും ചെവി കൊടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന വലിയ മനസ്സെന്നൊക്കെ പറയുന്ന ഒരു സഭയാണ് ഒന്നാമത്തേത്. എന്നാൽ രണ്ടാമത്തെ സഭയിലെ നേതാവ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് സസ്പീഷ്യസായി വലിയ പവർഫുൾ ലെൻസ് വെച്ചോണ്ട ഒരാൾ അകത്തോട്ട് കയറി വന്നോണ്ട്, ഒരു ഉപദേശി അകത്തോട്ട് കയറി വന്നോണ്ട് ഇങ്ങനെ മൂളി ഇരിക്കും, വിവേചിക്കുക. പിന്നെ അദ്ദേഹത്തിന് മീശ വിവേചിക്കും, താടിയെ വിചാരിക്കും, ഉടുപ്പിനെ വിചാരിക്കും, ബട്ടൺസിനെ വിചാരിക്കും, പാന്റിനെ വിചാരിക്കും, മുണ്ടിനെ വിവേചിക്കും, മുണ്ടിന്റെ കരയെ വിവേചിക്കും. അങ്ങോട്ട് വിവേചിച്ച് ഒരു നോട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെന്ററിൽ പെട്ട ഒരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ എഴുതി വിശ്വാസികളുടെ മോഹവും ആ രീതിയുടെ കാണുമ്പോൾ നമ്മുടെ ഞരമ്പിന്റെ അകത്തുള്ള വെള്ളമില്ല അവിടെ പറ്റിപ്പോയിട്ട് പെട്ടെന്ന് കണ്ടും തലേ കൂടെ. ഒരപ്പച്ചൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നി. ആ മനുഷ്യന്റെ സത്യസന്ധമായ പുള്ളി ഒരു പട്ടാളക്കാരനാ. പുള്ളിയോട് പറഞ്ഞു, പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. തോക്കില്ലാത്ത വിശ്വാസിയുടെ ഇരിപ്പ് കാണുമ്പോ ഉള്ളത് പറ്റിപ്പോവാറുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അപ്പച്ച കണ്ണടച്ചൊക്കെ പ്രസവിച്ചോളാൻ പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ബാലൻസിങ് ആയിരിക്കണം ക്രിസ്തീയ ജീവിതം. എല്ലാത്തിന്റെയും മുമ്പിൽ വാതിൽ തുറന്നിടുകയും എല്ലാത്തിന്റെയും മുമ്പിൽ വാതിൽ അടച്ചിടുകയും ചെയ്യുന്ന ഒരു പ്രവണതയല്ല. പക്വമായ നിലയിൽ ദൈവസ്നേഹത്തിന്റെ അകത്ത് സത്യവും കൂടെ ഉൾപ്പെടുന്നുണ്ട്. സ്നേഹവും സത്യവും, ലവ് ആൻഡ് ട്രൂത്ത്, ഇത് രണ്ടും കൂടെ ചേർന്ന് ബ്ലണ്ട് ചെയ്യപ്പെടുമ്പോഴാണ് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്നേഹവും സത്യവും കൂടെ ചേർന്ന് നിൽക്കുന്ന ഇടത്ത് ശരിക്കുമുള്ള സ്വാതന്ത്ര്യമുള്ളത്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഈ മാന്യ നായികയാരെന്നൊക്കെ പറയുമ്പോ സഹോദരി സമാജത്തിൽ വായിക്കാനുള്ള ഒരു ലേഖനമായിട്ടൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. സഹോദരി എന്നെ പൊന്നു പ്രിയപ്പെട്ട ഈ മാന്യ നായികയാരെന്നുള്ള പ്രയോഗം സിംഗുലറായിട്ട് തുടങ്ങിയെങ്കിൽ താഴോട്ട് വരുമ്പോൾ അറിയാം ഇത് പൊതുവെ സഭയെ സംബോധന ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു വുമൺ പാസ്റ്ററെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊന്നും എഴുതല്ല. ഇന്ന് ആളുകളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് അതിന് തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യതയോടുകൂടി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിൾ വേർഷൻ തന്നെ ഒത്തിരിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി ബൈബിളുണ്ട്, അല്ലാത്ത ബൈബിളുണ്ട്. എന്തെല്ലാം ബൈബിളുകളാണെന്നറിയാം. വളരെ സൂക്ഷിച്ചൊക്കെ എടുത്ത് വായിച്ച് പഠിച്ചില്ലെങ്കിൽ ദൈവമക്കളെ വഴി തെറ്റിപ്പോയിട്ട് പിന്നെ യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് വേർഷനുകൾക്കകത്ത് പോലും കൃത്യത ഉണ്ടാവണം. അപ്പൊ ഇതിനകത്ത് ഈ മാന്യ നായിക എന്നൊക്കെ വിളിക്കുമ്പോൾ ശരിക്കും ഒരു ഫിമൈൻ ജെൻഡറിൽ സഭയെ സംബോധന ചെയ്യുന്നുണ്ട്. ശരിക്കും സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സഭയുടെ പൊതുവായ ജെൻഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടറിയാമോ? ഒരു സ്ത്രീത്വം ഉണ്ട് കേട്ടോ. രാമയും പറഞ്ഞു, സഹോദരിമാർക്ക് സന്തോഷം വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ചർച്ചിന് ബാബിലോണിലെ സഭ അവൻ നിനക്ക് അല്ലെ സഹബ്രത എന്നൊക്കെ ഫിമൈൻ ജെൻഡർ തന്നെയാണ് ആമേ പത്രോസ് പോലും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചർച്ചിന് അത്തരത്തിലുള്ള ഒരു ഭാവമുണ്ട്. ശരിക്കും അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റും. 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് ഒന്ന് സഹായിച്ചാൽ നന്നായിരിക്കുമല്ലോ. 52-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ പുസ്തകം പറഞ്ഞായിരുന്നു ഇല്ലല്ലേ? യെശയ്യാ പ്രവചനം യെശയ്യാ ചാപ്റ്റർ 52 വേഴ്സ് 2. പെട്ടെന്നൊന്ന് വായിച്ച മക്കളെ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന് 1 മുതൽ വായിച്ചോ ദൈവത്തിന്റെ ദാസനെ. സിയോനേ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, നിന്റെ മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളയുക, ഈ യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി
നിന്റെ കഴുത്തിലെ ബന്ധനങ്ങൾ എന്ത് ചെയ്യുക? അഴിച്ചു കളയുക. ബദ്ധയായ സിയോൻ പുത്രി, ഓ കാപ്റ്റീവ് ഡോട്ടർ ഓഫ് സയൻ. ഇത് സിയോണിലെ പെൺകുട്ടികളെ കുറിച്ച് കേവലമുള്ള പ്രയോഗമല്ല. സിയോൺ, ഇസ്രായേൽ മക്കളെ മുഴുവൻ സംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ബാബേലിലാണവൾ, അന്തസ് നഷ്ടപ്പെട്ടവൾ, മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി പൊടിയിൽ കിടക്കുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു സഭയെ കുറിച്ചാണ് അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എ ചർച്ച് അണ്ടർ ക്യാപ്റ്റിവിറ്റി. ബാബിലോണിന്റെ അധികാരത്തിന്റെ കീഴിൽ തകർക്കപ്പെട്ടു പോയ ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമ്മൾ വളരെ വിനയപൂർവ്വം ഗൗരവപൂർവ്വം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവുമായിട്ടുള്ള ഒരു സത്യബന്ധം ഇസ്രായേൽ മക്കൾ സീനായിയുടെ അടിവാരത്തിൽ വെച്ച് യഹോവയായ ദൈവവുമായി ഒരു സത്യബന്ധത്തിൽ ഏർപ്പെട്ടതാ. അന്ന് വായിച്ചു കേട്ടൊരു പ്രമാണമുണ്ട്. അവർ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആമേൻ ആമേൻ ആമേൻ, ഞങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഈ മണവാളിന് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് കൊടുക്കുക. സീനായിയുടെ അടിവാരത്തിൽ ഒരു വിവാഹ നിശ്ചയം നടന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളെ നാം തിരിച്ചറിയണം, അവരുടെ ആ വിവാഹ നിശ്ചയത്തിൽ നിന്നും ആ ബിട്രോത്തലിൽ നിന്നും അവർ പുറകോട്ട് പോയി. ഇപ്പോൾ സഭ ബന്ധിക്കപ്പെട്ടു, ലോക സ്നേഹത്തിന്റെ പിടിയിലകപ്പെട്ടു. ചങ്ങലയാണ്, മാലയിട്ട നമ്മെ ആ കഴുത്തില് ചങ്ങല ധരിച്ചുകൊണ്ട് നിൽക്കുക. രാജവസ്ത്രം ധരിച്ചപ്പോൾ അടിമയുടെ വേഷം കെട്ടി പൊടിയിൽ കിടക്കുക. ഒരാമയും പറഞ്ഞേ, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അതിന്റെ വീഴ്ചയെ കുറിച്ച് പ്രവാചകനായ യെഹെസ്കേൽ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി സമയം കിട്ടുകയാണെങ്കിൽ ആ 16-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ദൈവം ഇസ്രായേലിന്റെ ഉത്ഭവത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന മനോഹരമായ ആ ഭാഗങ്ങളില് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ പിതാവ് ഒരു അമോന്യനാണ്, നിന്റെ മാതാവ് ഒരു ഹിത്യ സ്ത്രീയാണ്. നീ പിറന്നു വീണപ്പോൾ തന്നെ നിന്നോട് അവർക്ക് അനിഷ്ടം തോന്നി. പിറന്നു വീണ ഒരു കുഞ്ഞിന്റെ പുക്കിൾക്കൊടിൽ എടുത്തു മാറ്റാൻ പോലും താല്പര്യം കാണിക്കാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് രക്തത്തിൽ കുളിച്ച് ചോര വാർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി. ആർക്കും അവളോട് യാതൊരു സ്ഥായിയും താല്പര്യവും തോന്നിയില്ല. കണ്ടിട്ടും കാണാത്തവരായ ആളുകൾ കടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം പറയുക, എനിക്ക് നിന്നോട് സഹതാപം തോന്നി, എനിക്ക് നിന്നോട് വാത്സല്യം തോന്നി. നിന്റെ മുറിവിനെ ഞാൻ വെച്ചു കെട്ടിയതിന് മുമ്പ് പറയുന്നൊരു വാക്യമുണ്ട്, ലീവ്, ജീവിക്കുക. ഒരാമയം പറഞ്ഞേ, ജനിച്ച് വീണപാടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ്. സ്തോത്രം വരുന്നില്ല. ചോര വാർന്നു തുടങ്ങിയ ഒരു കുഞ്ഞ്, ചോരയിൽ കുളിച്ച് അതിന്റെ പ്രഥമമായ ഒരു ശുദ്ധീകരണവും ആ കുഞ്ഞിന് ലഭിക്കാതെ മരണത്തിന് വലിച്ചെറിഞ്ഞു കളഞ്ഞ ആ കുഞ്ഞിനെ കണ്ടോണ്ട് യഹോവയായ ദൈവം പറയുന്നൊരു വാക്യമാ, ജീവിക്കുക. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ വളരെ ആത്മാവിന്റെ നിയോഗത്തിൽ വിളിച്ചു പറയാം, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ഗതി മാറ്റിയത് നമ്മൾ കിടന്ന വഴിയെ നസ്രായൻ വന്നത് കൊണ്ടല്ലേ? എത്ര പേർക്ക് എനിക്ക് എന്നോട് ചേർന്ന് രാമയം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലോകത്തിന്റെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികവും നശ്വരവുമാണ്. പലപ്പോഴും മരണത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്ത നമ്മുടെ ജീവിതങ്ങളെ കണ്ടെത്തിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി എത്ര പേരെന്നോട് ചേർന്നൊരു സ്തോത്രം പറയാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. അവൻ ജീവിക്കാൻ ദൈവം നിന്നോട് കൽപ്പിച്ചെങ്കിൽ ആ വാക്കിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവന്റെ ചൈതന്യമുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ വാ തുറന്ന രാമയം പറയാം, ഇന്ന് പകൽ ജീവിക്കാൻ നിത്യജീവന്റെ വചനം നിന്റെ കാതുകൾ നിന്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തന്നെങ്കിൽ ഒരു മരണത്തിന് നിന്നെ പിടിക്കാൻ ഒക്കില്ല. അതിജീവനത്തിന്റെ കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാ. എനിക്കറിയില്ല എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവാത്മാവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഒരു ആമയം പറയാൻ കഴിയുമെന്ന്. ആർക്കും സ്ഥായി തോന്നാത്ത ഇടന്നിടത്ത്, ആരും ശുശ്രൂഷിക്കാതെ കിടന്ന സ്ഥലത്ത്, രക്തം വാർന്നൊഴുകിയ സന്ദർഭത്തിൽ നിന്നെ നോക്കി ജീവിക്കാൻ പറഞ്ഞ കർത്താവ് ഈ പകൽ ഈ ആലയത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. നിന്നോട് ജീവിക്കാൻ പറഞ്ഞവൻ ആ മരണഭാഷത്തെ അഴിച്ച ദൈവകൃപയ്ക്കായി ആ കൈകളൊന്ന് ചേർത്ത് തട്ടി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്.
നിന്റെ അപ്പന്റെ കരുതലല്ല, അമ്മയുടെ പ്രോത്സാഹനമല്ല, നിന്റെ ചുറ്റുപാടുകളുടെ കരുതലുകളല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടിയിറങ്ങി വന്നെങ്കില് ആ മരണത്തിന്റെ നിഴലിൽ നിന്ന് വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. മുറിച്ചു കളഞ്ഞ് ഉപ്പ് കൊണ്ട് വെച്ച് കെട്ടി. അടുത്ത വാചകത്തിൽ നാം വായിക്കുന്നത് വളരെ വേദനയോടുകൂടെ പ്രവാചകൻ പാടുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ആ പേജിലൂടെ വാക്യങ്ങളിലൂടെ കടന്നു പോകണം. തമ്പുരാന്റെ മനസ്സൊന്നറിയാ. നിനക്ക് ഞാൻ നന്മ തന്നു, നിനക്ക് ഞാൻ സൗന്ദര്യം തന്നു, നിനക്ക് ഞാൻ മഹത്വം തന്നു, നിന്നെ ഞാൻ രാജ്ഞിയായിട്ട് ഉയർത്തി. ആമേൻ. നിന്റെ പ്രായത്തിൽ മുതിർന്നു വന്നപ്പോൾ ഞാൻ നിന്നെ എനിക്കായി വിവാഹ നിശ്ചയം ചെയ്തു. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മളെ കണ്ടപ്പം നമ്മൾ മാരിയേജബിൾ ഏജിലായിരുന്നില്ല, മാരിയേജബിൾ ഫിറ്റ്നസിലും ആയിരുന്നില്ല. ആമേൻ. മരണത്തിന്റെ കുഴിയിൽ വലിച്ചെറിഞ്ഞ് ചോര വാർന്നു കിടന്ന ഒരു കൊച്ചു കുഞ്ഞിനെ ആമേൻ അതിൽ നിന്നും പൊക്കിയെടുത്ത് ഫലം നൽകി, വളം നൽകി, ആമേൻ വേണ്ട സംരക്ഷണമൊക്കെ നൽകി, വലിപ്പപ്പെടുത്തി, സൗന്ദര്യം നൽകി, പദവി മാറ്റി, എന്തിനേറെ ആമേൻ വിവാഹ നിശ്ചയത്തിന് നിയമിച്ച ദൈവകൃപയ്ക്കായി ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്നാൽ ആ സംഗീത പാട്ടിന്റെ അടുത്ത ചരണങ്ങളിലേക്ക് വരുമ്പോ ഇങ്ങനെ, നിനക്ക് നന്മകൾ യഥേഷ്ടം കിട്ടിയപ്പോൾ, നിനക്ക് സ്വർണവും വെള്ളിയും അനുഗ്രഹങ്ങളും സൗന്ദര്യവും ഒക്കെ നിനക്ക് ഏറി വന്നപ്പോൾ നിന്റെ അകത്ത് നിഗളമുണ്ടായി. തൽഫലമായിട്ട് എന്തുണ്ടായെന്നറിയാമോ? ഞാൻ നിനക്ക് തന്ന സ്വർണം കൊണ്ട് നീ പുരുഷ രൂപങ്ങളെ ഉണ്ടാക്കി, നിന്റെ മനസ്സുകൊണ്ട് അവരെ നീ വിവാഹം കഴിച്ചു. ഐഡോലട്രി, വിഗ്രഹാരാധന എന്താ? ദൈവം നമുക്ക് സൗജന്യമായി തന്ന നന്മകൾ നമ്മുടെ ആനന്ദമായി മാറുമ്പം, ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് രാമ്യം പറയാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവം സൗജന്യമായി തന്ന നന്മകൾ നമുക്ക് ആനന്ദമായി മാറുമ്പോൾ അത് നമുക്ക് വിഗ്രഹമായി രൂപപ്പെടുകയാ. എത്ര പേർക്ക് എന്നോട് ചേർന്നൊരു സ്തോത്രം പറയാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, രണ്ടാം സ്നേഹം എന്റെ കർത്താവിന് വേണ്ട കൊടുക്കുകയാണ്. നെഞ്ചിന്റെ അകത്ത് നിന്നുള്ള കൃത്യമായ സ്നേഹമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നോട് ചേർന്ന രാമ്യം പറയാനായിട്ട് ഒക്കുവോ? നമുക്ക് ഒത്തിരി സങ്കടങ്ങളുടെ കഥ പറയാനുണ്ട്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, യേശു നമ്മുടെ മേൽ പകർന്ന സ്നേഹം പോലെ അത്ര വലിയ സ്നേഹം എവിടെ നിന്നാ കിട്ടിയത്? നമ്മുടെ മേൽ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കൊടിയെ ഓർത്ത് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനൊക്കും എനിക്കറിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ ഹേമം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ പറയുക, യേശുവിന്റെ സ്നേഹം പോലെ ഇത്ര മധുരതരമായ, യേശുവിന്റെ സ്നേഹം പോലെ ഇത്ര അൺകണ്ടീഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന, യേശുവിന്റെ സ്നേഹം പോലെ ഇത്ര ഉറപ്പുള്ള ഒരു സ്നേഹം എവിടെയാണ് കിട്ടുന്നത്? ഇന്ന് പകൽ നീ പറയരുത് നീ സ്നേഹം കിട്ടാത്തവനാണെന്ന്. യേശുവിന്റെ സ്നേഹം അനുഭവിച്ചവര് ആ കൈയൊന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് ആലോചിച്ചേ. 2023 ജനുവരി മാസം 3-ാം ഞായറാഴ്ച ഇവിടെ വന്ന് പിടിച്ചോണ്ടി ഞാൻ മൈക്ക് നിൽക്കുക. എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിപ്പുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒരു 25 വർഷം മുമ്പ് നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? ഒരു 30 വർഷം മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മളെ കർത്താവ് കണ്ട നാളിൽ നാം ഇങ്ങനെ ആയിരുന്നോ? നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ നമ്മുടെ അനുസരണത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ ആണോ ഇതുവരെ എത്തിയത്? എത്ര പേർക്കൊരു സ്തോത്രം ചെയ്യാനൊക്കെ എന്ന് എനിക്കറിയില്ല. ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം തന്ന അംഗീകാരത്തിന്, ദൈവം തന്ന ഉയർച്ചയ്ക്ക്, ദൈവം തന്ന സൗന്ദര്യത്തിന്, ദൈവം തന്ന നന്മകൾക്ക് എത്ര പേർ വാ തുറന്നൊരു സ്തോത്രം പറയുമെന്ന് എനിക്കറിയില്ല. എന്ന് വാ തുറന്ന് നീ സ്തുതിക്കുക. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ മൗനമായി ഇരുന്നോട്ടെ. നിനക്കൊരു സാക്ഷ്യമുള്ളവളാ, നിനക്കൊരു സാക്ഷ്യമുള്ളവനാ. മറ്റുള്ളവരുടെ ഔദാര്യത്തിലല്ല നീ വളർന്നത്. എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിഗണനയ്ക്കായി ആ കൈയൊന്ന് ചേർത്ത് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. മിണ്ടാതിരിക്കുന്നവർ മിണ്ടാതിരുന്നോട്ടെ. നിനക്ക് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്, നിനക്ക് നന്ദി പറയാൻ വകയുണ്ട്. Oh, we bless your holy name. Praise the Lord. ദൈവം എത്ര വിശ്വസ്തനാ.
പ്രിയ, ഈ ജാക്സനെ ഓർക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള ഒരു വലിയ ഒരു മുഖം എന്ന് പറഞ്ഞ, ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് പാസ്റ്ററിന്റെ വാക്ക് വന്നു പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ജോലി രാജിവെക്കുക. തനിക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആ പൈതൽ പോകാൻ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് മുഖം വാടി എന്നോട് സംസാരിക്കുക. അവന്റെ അപ്പൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇടത്തുവായി ഇറങ്ങി തിരിച്ച് കഷ്ടനഷ്ടങ്ങൾ മാത്രം അക്കൗണ്ട് ബുക്കിൽ അവശേഷിക്കുന്ന ഒരു ദേവദാസന്റെ മകനാ. സ്തോത്രം. തന്റെ അമ്മ രോഗബാധിതയായി മരണപ്പെട്ടു. രണ്ടാമത് വിവാഹം കഴിച്ച ആ ആന്റിയും ക്യാൻസർ രോഗത്തോടെ ലോകത്തിനും യാത്ര പറഞ്ഞു. ഈ കൊച്ചൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. സാമ്പത്തിക സുരക്ഷിതത്വങ്ങളോ സൗകര്യങ്ങളൊന്നും ആ നിലയൊന്നും അവനില്ല. അടുത്തിരുത്തി, മോനെ എന്നാ കാര്യം എന്ന് പറഞ്ഞു. താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കമ്പനി താക്കീത് ചെയ്തു. അപ്പൊ തനിക്ക് മനസ്സിലായി ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാ. ഓർമ്മയുണ്ടാവുമല്ലേ മോനെ? ഞാൻ അവനെ അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഈ സമയത്ത് നീ എടുക്കേണ്ട തീരുമാനമല്ല സുവിശേഷ വേല. നിപ്പോൺ ടയോട്ടയിൽ തോറ്റുപോയത് കൊണ്ട് പുസ്തകം എടുത്തുകൊണ്ട് നീ നടന്ന എന്ന് നിന്റെ മനസ്സിന്റെ അകത്തൊരു നോവായിരിക്കും ആ ജോലിയുടെ ഓർമ്മകൾ. ഞാൻ പറഞ്ഞു, മോനെ, നമ്മുടെ ദൈവം മാനിക്കുന്ന ദൈവമാ. ഇതും ഒരു പാഠമാ. നീ അവിടെ പോയി അനുസരണപ്പെട്ട് താഴ്ത്തിയിടത്ത് നീ താഴ്ന്ന് നിൽക്കുക. ആ കുഞ്ഞ് രാജിവെക്കാൻ തീരുമാനിച്ചവൻ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോയി. അവനെ ഡീപ്രൊമോട്ട് ചെയ്തതാ. ഒരു സ്തോത്രം വരുന്നില്ല. പിന്നെ ആ കൊച്ചനായി ആ വർഷത്തിന്റെ അവസാനം കേരളത്തിലെ ദ ബെസ്റ്റ് പെർഫോമറായി. അല്ലെ, അത് ഇവിടെ വെച്ച് തന്നെ അല്ലേ മോനെ? ദ ബെസ്റ്റ് നിപ്പോൺ ടയോട്ടയിലെ ദ ബെസ്റ്റ് പെർഫോമറായി അപ്രീസിയേഷൻ കിട്ടിയ ഒരു സ്തോത്രം പറയാ. അതിന്റെ സർട്ടിഫിക്കറ്റ് അന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട്, പിന്നെ അന്ന് താൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇനി ഞാൻ പൊക്കോട്ടെ. സത്യം പറഞ്ഞ ഈ സുവിശേഷ വേല, പൂർണ്ണ സമയ സുവിശേഷ വേലയുടെ വെല്ലുവിളി എന്നാണെന്ന് അനുഭവിക്കാത്ത ആളുകൾ മിഷൻ ചലഞ്ച് ചെയ്യും എന്നെ നെഞ്ചെത്തിയ. സുവിശേഷ വേലയ്ക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഇറക്കാൻ എളുപ്പമാ, പലപ്പോഴും ഇറങ്ങിയവരെ സഹായിക്കാൻ ഒരാൾ കാണില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവമാ. സ്തോത്രം. ഒരു വൃത്തിയായിട്ട് ഒരു പ്രസംഗം നടത്തി ഒറ്റ കാരണത്തിൽ ആ സെൻട്രൽ അടുപ്പിക്കാത്ത അനുഭവം എനിക്കുണ്ട് കേട്ടോ. വെച്ചാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. നമുക്ക് കൈപൊക്കി എണ്ണം എടുക്കാൻ ആളുകളുണ്ട്. എന്നാൽ കൈപൊക്കി ഇറങ്ങിയവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു സംവിധാനം പെന്തക്കോസ്തിന്റേത്. ഞാൻ ഇന്നും സ്തോത്രം ചെയ്യുക. അവൻ അപ്രീസിയേഷൻ ലെറ്ററിന്റെ കൈ തന്നെ ചോദിച്ചു, പാസ്റ്റർ ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചോ. പിന്നെ എനിക്ക് മടക്കാൻ ഒക്കത്തില്ല. എനിക്ക് മനസ്സിലായി ഇവനെ കർത്താവ് തന്നെ പിടിച്ചിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞ് തന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പോ ഞാൻ അന്ന് പ്രസവിക്കാതിരിക്കുന്ന ഒരു അവസരം തന്നു. എൻഗേജ്മെന്റിന്, മാരേജ് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തന്റെ അവസ്ഥകളും കഥകളൊക്കെ എനിക്കറിയാം. എന്ത് പൊന്നു, നമ്മുടെ ഒക്കെ കഥയാ ഇത്. എന്റെ കഥയാ, നിങ്ങളുടെ ഓരോരുത്തരുടെ കഥയാ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊക്കെ ആയി തീരുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചതാണോ? ജീവിക്കാൻ പറഞ്ഞവനാ ജീവിപ്പിച്ചത്. ജീവിക്കാൻ, ലീവ് ആൻഡ് ലീവ് ആൻഡ് ലീവ്. നീ ജീവിക്കുക, നീ ജീവിച്ചിരിക്കുക. ഇന്ന് പകൽ നീ ജീവിച്ചിരിക്കണം എന്നുള്ളത് മനുഷ്യന്റെ പദ്ധതിയല്ല, ഡോക്ടറുടെ പദ്ധതിയല്ല, നിന്റെ അപ്പന്റെയോ അമ്മയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. ജീവിക്കുക, ജീവിക്കുക, ജീവിക്കുക. അവൻ നമുക്ക് തരുന്ന നന്മകൾക്കായി കൈകൾ ഉയർത്തി വന്നു. സ്തോത്രം പറ. അതിജീവനത്തിന്റെ രഹസ്യം ജീവിക്കാനുള്ള ദൈവത്തിന്റെ വാക്കാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അൺഫോർച്ചുനേറ്റ്ലി ആമേൻ, പദവികൾ കിട്ടി, സ്ഥാനം കിട്ടി, മാനം കിട്ടി, ഉയർച്ച കിട്ടി, ഉടയാട് കിട്ടി, സിംഹാസനവും കിരീടവും ഒക്കെ കിട്ടിയപ്പോ ആമേൻ, ആ നല്ല മണവാളൻ നിന്നും മനസ്സ് തെറ്റി. ആമേൻ, ആമേൻ, ആ ഫസ്റ്റ് ലവിൽ നിന്ന് വീണുപോയപ്പോൾ ബാബേലിലേക്ക് പറഞ്ഞയക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, സിയോൻ പുത്രി, ദൈവത്തിന്റെ മണവാട്ടി, ദൈവത്തിന്റെ കന്യക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ബാബിലോണിൽ ഒരു പ്രവാസിയായി, അടിമയായി അധപ്പതിക്കുന്ന രംഗമാ പിന്നീട് നമ്മൾ വായിക്കുന്നത്. പിന്നെ ഇവളുടെ വൈധവ്യത്തെ കുറിച്ച് യെശയ്യാ പറഞ്ഞു 54 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേ, വിധവയായി, ലെമന്റേഷൻ 1:1 വിധവയായി പോയ നഗരം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കന്യകയായി, സിയോൻ പുത്രിയായി, മണവാട്ടിയായവൾ. ആമേൻ, അവിടെ വായിക്കുന്നുണ്ട് പരസംഗിയായി അധപ്പതിച്ചവൾ. ആമേൻ, വിധവയായിട്ട് തീർന്നവളെ വീണ്ടും മടക്കി വിളിച്ചിട്ട് പറയുകയാ, ഞാൻ നിന്നെ കളയത്തില്ല, ഞാൻ നിന്നെ മടക്കി എടുക്കുക. ആമേൻ, ദൈവം തന്റെ നിയമങ്ങൾ ദൈവം നിത്യമായി സൂക്ഷിക്കുന്നവനാ. ആ ഉടമ്പടിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് പറയുക, നിന്റെ കഴുത്തിലെ ചങ്ങലതി ആമേൻ കൊടഞ്ഞു കളയുക, പൊടിയിൽ നിന്ന് നീ എഴുന്നേൽക്ക. അങ്ങനെയാണ് എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, വിളിച്ചപ്പം വാക്ക് തന്നവൻ വഴിയിൽ എവിടെങ്കിലും വാക്ക് മാറ്റി പറയുന്നവനല്ല. അവൻ വീട്ടിലെത്തുവോളം കൈപിടിച്ച് നടത്താൻ അവൻ കരുത്തനായ കർത്താവാകയാൽ എന്നോട് ചേർന്ന കരങ്ങൾ
ഉയർത്തി ഒന്ന് ഉച്ചത്തിലൊന്ന് സ്തോത്രം പറഞ്ഞേ. അതാണ് ഈ മെസ്സേജിന്റെ അന്തസത്ത. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മളും. നമുക്കൊരു ഉടമ്പടിയുണ്ട്. We are a people of covenant. ഉടമ്പടിയുടെ ഭദ്രത നമുക്കുണ്ട്. ഒരിക്കലും ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത്, പിടിച്ചു നിന്നോണം. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അന്നത്തെ സിയോൻ പുത്രിയ ഇന്നത്തെ സിയോൻ പുത്രി എവിടെ ഇരിക്കുന്നത്? ഒരു ആമേൻ. നമ്മൾ കർത്താവിന്റെ വകയാ. ഇനി ആ വായിച്ച് വരുമ്പോൾ ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ അതിര് വിട്ടുപോവുക ഉപദേശത്തിൽ നിന്ന്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇസ്രായേലിന്റെ പതനത്തിനും ഡിക്ലൈനും കാരണം വിവരമില്ലായ്മയല്ല, അജ്ഞതയല്ല, ഇഗ്നറൻസ് അല്ല. ഇവിടെ ഉള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രോഗ്രസീവ് തോട്ട് ആൻഡ് മൂവ്മെന്റ് ആൻഡ് റിമൈനിങ് ഇൻ ദ വേർഡ്. രണ്ട് ലെവല. ഒന്ന് പ്രോഗ്രസീവ്. ഈ സഭയ്ക്കകത്ത് തന്നെ ഒരു പറ്റം ആളുകൾ വന്നിട്ട് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ആ മനുഷ്യാവതാരത്തെ കുറിച്ചൊക്കെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് അറിയാത്തത് എന്തോ അവർ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഈ ഉപദേഷ്ടാക്കന്മാർ നടക്കുന്നത്. IPC-കാരെ കാർഡ് കൊടുക്കുന്നു, ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട്. ഇത് കാർഡ് ഇല്ലാതെ, അന്ന് കാർഡ് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ചില ആളുകളുണ്ട് ഇപ്പൊ പിടിച്ചോന്നൊക്കെ പറഞ്ഞ് നൂതനമായ കാര്യങ്ങൾ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പോലും കേറി വെട്ടിക്കളയുന്ന രീതിയിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഈ ചർച്ച് എന്ന് പറയും. ചർച്ചിന്റെ ഒരു ക്ലോസ്ഡ് മൈൻഡാ. ട്രഡീഷണൽ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ്. ഇവര് പറയുന്നത്, ഇവര് ന്യൂ ടീച്ചേഴ്സ് ആണ്. ഇവർ പറയുന്നത് പ്രോഗ്രസീവ് തോട്ട് വേണം. കാലം മാറുന്നനുസരിച്ച് കൊല്ലങ്ങൾ മാറണം, വസ്തുതകൾ മാറുന്ന ബൈബിളിലെ സംഗതികൾക്ക് പോലും മാറ്റം, എല്ലാം മാറ്റം വരും. കാരണം അങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള മോറലില്ല. ഇവ ക്രിസ്തു പോലും മാറി മാറി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർത്തോണം. നമ്മൾ അതിലുള്ള ഒരു കൂട്ടരാ. ഒരതിരുണ്ട്. ഒന്നാമത്തെ അതിരെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി. സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തു എന്ന് പറയുന്നത് ഒരു നിത്യ സത്യമാണ്. 2000-ലും 1000-ലും 500-ലും ഇനി വരാൻ താമസിച്ച ഒരു 100 കൊല്ലം കൂടെ മുന്നോട്ട് പോയ അതോർത്ത് പാര് സ്വോത്രം പറയൊന്നും വേണ്ട. എൻ്റെ ഒരു പ്രതീക്ഷ മിക്കവാറും ഈ അടുത്ത കാലത്ത് തന്നെ കർത്താവ് വരുമെന്ന് തന്നെയാണ്. ഈ സംഭവങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കലായിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഉറപ്പ് ദൈവം നൽകാനുള്ള ദൈവമക്കൾ കർത്താവിന്റെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ എന്തെല്ലാം ഡെവലപ്മെന്റുകൾ നമുക്ക് ഉയർന്നു വന്നാലും ദ ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റ് ഓഫ് ദി ഗോസ്പെൽസ്, നമ്മുടെ അപ്പോസ്തല പിതാക്കന്മാർ എഴുതി തന്നിരിക്കുന്ന ഈ സുവിശേഷത്തിന് ഒരു മാറ്റവുമില്ല. ചിലതൊന്നും നമുക്ക് മനസ്സിലായെന്ന് വരില്ല. മനസ്സിലാകാത്തതിനെയും മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് അത് മനസ്സിലാകും. ആൻസലം പറഞ്ഞൊരു വാചകം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഐ ബിലീവ് സോ ദാറ്റ് ഐ മേ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവശാസ്ത്ര പഠനങ്ങളിൽ മനസ്സിൽ തൊട്ട ചില വാക്കുകൾ ഒന്നാ ഐ ബിലീവ് സോ ദാറ്റ് ഐ മേ അണ്ടർസ്റ്റാൻഡ്. എല്ലായിടത്തും സ്കെപ്റ്റിസിസത്തിന് നേരെ തിരിച്ചാ, എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്ത് ചെയ്യാം? വിശ്വസിക്കാം. മനസ്സിലായിട്ട് വിശ്വസിക്കല്ല, വിശ്വസിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ക്രൈസ്റ്റ് ഓഫ് ദി ഗോസ്പൽ has never changed. അതെന്നും ഒന്ന് തന്നെയാ. രണ്ടാമതായിട്ട്, ക്രിസ്തുവിന് മാറ്റമില്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച പഠനങ്ങൾക്ക്, അപ്പോസ്തലന്മാർ നൽകി തന്ന വ്യാഖ്യാനങ്ങൾക്ക് മാറ്റമില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ട് അതാ പറയുന്നത്, ക്രിസ്തു എന്റെ ഉപദേശത്തിന്റെ അതിരുവിട്ടു പോകുന്ന ഒരുത്തിന് കൈ കൊടുക്കരുത്. നമ്മുടെ സ്റ്റാൻഡിങ് സ്റ്റോൺ എന്ന് പറയുന്ന, നമ്മൾ കാലെടുത്ത് വെച്ച് ചവിട്ടി നിൽക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലും അവന്റെ ഉപദേശങ്ങളിലും സ്നേഹന്മാരുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചന സത്യങ്ങളിലും. കൈകൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ഇവിടെ പൗലോസ്, അപ്പൊ യോഹന്നാൻ സ്നേഹ പറയുക, ദൈവസഭയെ ശ്രദ്ധിക്കണം, നിന്റെ വാതിൽ തുറക്കുമ്പോ ശ്രദ്ധിക്കണം. ആരാ വരുന്നത്? ഏത് സന്ദേശവുമായിട്ടാണ് വരുന്നത്? ഹയർ ഫിലോസഫിയാണ്, പ്രോഗ്രസീവ് തോട്ടാണ് എന്ന പേരിൽ നീ അവർക്ക് അവസരം കൊടുക്കരുത്. നമ്മൾ അവർ അതിരുവിട്ടു പോകുന്നവരുമായി കൂട്ടായ്മയില്ല, കൈ പോലും കൊടുക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. അയ്യോ, അപ്പൊ സ്നേഹത്തിന് ഇങ്ങനെയുണ്ടോ? ഹല്ലേലൂയ വരുന്നില്ല, ഹല്ലേലൂയ വരുന്നില്ല, ഹല്ലേലൂയ വരുന്നില്ല.
തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്നറിയാമോ, ദൈവം നമുക്ക് തന്ന റിയാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു എന്ന നിത്യസത്യം, അതുപോലെ തന്നെ ദൈവ വചനം എന്ന ഇറ്റേണൽ ട്രൂത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൈകൾ ഉയർത്തി ഞാൻ ദൈവത്തിനൊന്ന് സ്തോത്രം പറയുക. അങ്ങനെയാണെങ്കിൽ വചനത്തിന്റെ അതിര് കടക്കുന്ന ഒരു പ്രോഗ്രസീവ് സംഗതികളെയും അക്കോമഡേറ്റ് ചെയ്യേണ്ട ബാധ്യത ദൈവസഭയ്ക്കില്ല. അത് ഇൻക്ലൂഡിങ് മീ. എന്റെ പ്രസംഗത്തിലാണെ പോലും അച്ഛാ അതിര് വിട്ടാ പറയണം, അച്ഛാ പാസ്റ്റർ മാറ്റി പാസ്റ്റർ അങ്ങനെയൊക്കെ കൊള്ളാം, ഇത് പുസ്തകത്തിലുള്ള കാര്യമല്ല. ഒരു സ്തോത്രം. പുസ്തകത്തിലെ ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. ഒരാമയും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ വാതിൽ അടക്കേണ്ടടുത്ത് വാതിൽ അടച്ചോണം. നമുക്കൊരൊറ്റ ആഴമേറിയ അറിവുണ്ട്, അത് ദൈവം മനുഷ്യനായി ജഡാവതാരമെടുത്ത ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ പരമയാഗമായി തുറന്നവൻ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, ഇനി എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ പോകുന്ന യേശു ക്രിസ്തു എന്ന നിത്യസത്യവുമായുള്ള കൂട്ടായ്മയ്ക്കായി ഒന്ന് സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഈ വചനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്. ഒരാമയും പറഞ്ഞേ, ഇനി പിതാവിനെയും പുത്രനെയും കിട്ടാൻ വേണ്ടി അകലം കുറയ്ക്കാൻ വേണ്ടി പുതിയ കണ്ടുപിടുത്തമൊന്നും വേണ്ടെന്ന്. ഇതുണ്ടോ അതിന്റെ അകത്ത് ഉറച്ചു നിന്നോണം. ഇനി നമ്മൾ അവസാനിപ്പിക്കണമല്ലോ. മറ്റേ ഗായൂസിനെ കുറിച്ച് പറയാം. ഗായൂസ് നല്ലൊരു പാസ്റ്ററാണ്. ഗായൂസ് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗായൂസും ഉണ്ട്, ഒരു ദിമിത്രിയോസും ഉണ്ട്, വായിക്കൊള്ളാത്ത കുറെ ഗ്രീക്ക് പേരുകളൊക്കെയാ. ഗായോസിന്റെ പേര് നമ്മുടെ സഭയിലൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഗായോസ് ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും എന്ത് ചെയ്യണം, ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഒരു ആമയും പറഞ്ഞേ. അപ്പൊ ശരീര സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ഒരാമയും പറഞ്ഞേ. പ്രൈസ് സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ദൈവത്തിനാണെന്ന് പ്രാർത്ഥിച്ച തെറ്റൊന്നുമില്ല. ദൈവദാസന്റെ പ്രാർത്ഥന, കർത്താവേ ഈ ദൈവദാസന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും എന്ത് ചെയ്യണം, സുഖമായും ശുഭമായും ഒക്കെ ഇരിക്കണം. അടുത്ത വാചകമുണ്ട്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം. ഒരാമയും പറഞ്ഞു. പ്രൈസ് സത്യത്തിൽ നടക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നടക്കുക എന്ന് തന്നെയല്ലേ. അടുത്തായിട്ട് വായിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെന്ന് മാത്രമല്ല, ഇദ്ദേഹം കരുതുന്ന ശുശ്രൂഷിക്കുന്ന ആൾ കൂടിയാണ്. പ്രിയനേ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ഒരാമയും പറഞ്ഞേ. ഗായോസിനെ കുറിച്ച് പറയുക. ഗായോസിന്റെ സഭയിൽ ചെന്നാല് നല്ലൊരു കൂട്ടായ്മയുണ്ട്, പാട്ടും പാടി പ്രാർത്ഥിച്ച് ഒരു സന്തോഷം. അതുകൊണ്ട് പോയവരൊക്കെ പറയൂ, പോവാണ് തിരുവനന്തപുരത്ത് ജില്ലയാണ് ശ്രീകാര്യത്ത് കയറി വെച്ചേ പോകാവുള്ളൂ. ഈ പണ്ടൊക്കെ ഞങ്ങൾ ഈ കോട്ടയം സെന്ററിലൊക്കെ ഈ കോട്ടയം കൺവെൻഷന് പിരിവുണ്ട് കേട്ടോ. വെച്ചാൽ പിരിവുണ്ട്. നമ്മുടെ ഇതുപോലെ എല്ലാം ഈ ഇച്ചിരി സൗകര്യമുള്ള എല്ലാ പെന്തക്കോസുകാരുടെ വീടുകളിൽ നമ്മൾ കയറി ഇറങ്ങി പിരിക്കും. ഒരു സമയത്തല്ല, ചിലപ്പോൾ ചില വീടുകളിൽ പോവാ, പാസ്റ്റർ പറയാം ആ ഏരിയയിലോട്ടേ പോകണ്ട. അങ്ങനെ 10 രൂപ സ്വത്രാഴ്ചയും 100 രൂപ മാസവരിയുണ്ട്. അങ്ങനെ 110 രൂപയും വിട്ടിട്ട് കളി വേറെയില്ല. എല്ലാ പാവപ്പെട്ട ചില കൃഷിക്കാരായിട്ടുള്ള സാധുക്കളുണ്ട്, 500 രൂപ ദിവസ വാടകയ്ക്ക് ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവര്. അവര് ഒരു വർഷം മുഴുവൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കുടുക്കകത്ത് അച്ഛ പൈസ ഇട്ട് വെച്ചിരിക്കുക അച്ഛ, സെൻട്രൽ കൺവെൻഷൻ കൊടുക്കാൻ വേണ്ടി. സ്വതന്ത്രം പറഞ്ഞ പ്രൈസല്ലോ. അപ്പൊ പറയാ, ഈ ഗായോസിനെ കുറിച്ച് പറയാ, ആ ഏത് പോയ പുള്ളിയല്ല അവിടെ കയറിയിട്ടേ പോകത്തുള്ള കാര്യം. അവിടെ അങ്ങനത്തെ സൽക്കാരവും സ്വീകരണവും ഒക്കെയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കൾച്ചർ. സ്നേഹമുണ്ട്, വർക്കിംഗ് ഹാർഡ് ചെയ്യുന്ന, വളരെ അധ്വാനിക്കുന്ന. അന്നത്തെ കാലം ഇന്നത്തെ പോലെ പാസ്റ്റർമാർക്ക് പിന്നെ ഓണറേറിയവും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ് അല്ലേ. ഇവിടെ ഇരിക്കുന്ന പല ആളുകളെക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എനിക്ക് സഭ നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്തോത്രം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? സത്യമായിട്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല പൊന്നു പ്രിയപ്പെട്ടവര്. ഈ പിടിയേരിയൊക്കെ കൊണ്ടുവച്ചാൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. പണ്ടൊരു പാസ്റ്റർ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് ഞാൻ കണ്ടതാണ്, എന്റെ ക്ലാസ്സിൽ അവൻ പഠിക്കുന്നുണ്ട്, അവന്റെ ചോറിന് വെച്ചാൽ പല കളറ്. അപ്പൊ ഞാൻ ഈ പിന്നീട് നമ്മൾ ഈ കളർഫുൾ റൈസസ് ഉണ്ടല്ലോ, ഡിഫറെന്റ് കളേഴ്സിലുള്ള റൈസ് അല്ലേ. നോക്കി വെച്ചാൽ പല കളറില്, വെളുത്തതും ചുമന്നതും മഞ്ഞിച്ചതും ഒക്കെ പല നിലകളൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ചോദിച്ചു സ്പെഷ്യലായിട്ട് വല്ല ഉള്ളതായിരിക്കും. നമ്മുടെ ആണെങ്കിൽ വെളുവിളാതിരിക്കുന്ന ചോറ്, മറ്റേതാണെങ്കിൽ പല കളറാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി എടുത്ത് നമ്മൾ അങ്ങോട്ട് അന്ന് ഇങ്ങനെ പങ്കുവെച്ചിട്ട് എടുത്ത് കഴിച്ചു. പിന്നെ മനസ്സിലാക്കിയത്, അവന്റെ അമ്മയുടെ അരിക്കലത്തിന്റെ അകത്ത് ഓരോ ആഴ്ചകളിൽ ദൈവമക്കൾ കൊടുക്കുന്ന പിടിയരികളെല്ലാം കൂടി ഒരുമിച്ചിടും. എന്നിട്ട് അവസാനം അതെന്ത് ചെയ്യുക, അങ്ങനെ മൾട്ടി കളർ റൈസ് അവർ കഴിക്കുന്നത്. അടുത്ത ആഴ്ച എല്ലാവരും പിടിയരി കൊണ്ടൊന്നും മറ്റേ നമ്മളിപ്പോ ഗോതമ്പേ കഴിക്കുന്നു. കാലം അച്ഛാ മാറിയില്ല അച്ഛാ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു മാസം 500 രൂപ എനിക്ക് കിട്ടിയ സമയങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 2000 രൂപയായിരിക്കും ഇതുള്ളൂ.
ഒരു ടൂർ പോലും ഞാൻ പോയിട്ടില്ല. അങ്ങനെ ചിന്ത പോലും നമ്മുടെ മനസ്സിലായിരുന്നു. ആകെപ്പാടെ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ നടത്തിയ ഏറ്റവും വലിയ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് ഒരു ട്രിവാൻഡ്രം ചിക്കൻ കോർണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാമസാറിനൊക്കെ അറിയാം, ലോഗോ സെന്ററിൽ. അതുവഴി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ ചിക്കൻ കരിക്കുന്ന ഒരു മണം വൈകിട്ട് അതുവഴി പോകുമ്പോണ്ട്. അപ്പം അനേകം ആളുകൾ കൺവെൻഷന് പോകുമ്പോഴാണ് ഈ കോട്ടയം കാണുന്നത് കേട്ടോ. വെച്ചാൽ രാവിലെ കൺവെൻഷൻ തിരിച്ചു പോകും. ഇതിന്റെ മണം പലപ്പോഴും നമ്മളെ പ്രലോഭനത്തിലേക്ക് വീഴ്ത്തിയിട്ടുണ്ടെങ്കിലും വീട്ടിൽ ചെല്ലിച്ച് ചക്കയും ചോറും ഒക്കെ കഴിക്കുമ്പോൾ പഴയ ആ മണത്തെ ഓർത്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രിവാൻഡ്രം ചിക്കൻ കോർണറിൽ എന്ത് ചെയ്തു, അപ്പോൾ മെനു ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ്. കാര്യം നമ്മുടെ ഒന്നും പൈസ ഇല്ലായിരുന്നു വെച്ചാൽ, സത്യമായിട്ടും. കാരണം നമുക്കൊന്നും തരാനൊന്നും സഭകളിലും പൈസ ഒന്നും ഇല്ല. ചെറിയ ചെറിയ വരുമാനമുള്ള കൊച്ചു കൊച്ചു ദൈവമക്കള് അന്ന് ഇതുപോലെ നമ്മുടെ കുഞ്ഞുട്ടിയെപ്പറ്റും പ്രാർത്ഥിക്കുന്നുണ്ട്. പായിനെ പല്ലുള്ളതല്ല പൊന്നുള്ള എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാലഘട്ടങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നമ്മളെ മാനിച്ച വിധങ്ങൾക്ക് സ്തോത്രം. ഞാൻ പറഞ്ഞ ഇടത്തേക്ക് തിരിച്ചു പോവുക. ഇന്ന് നമ്മുടെ പാസ്റ്റർമാർക്കൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കാട് നന്ദിയോട് സ്തോത്രം. നല്ല ഭക്ഷണം കഴിച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇത് നമ്മുടെ ഒരു കൾച്ചറാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഗായോസിനെ കുറിച്ച് പറയാം, ആ കൾച്ചർ നിനക്കുണ്ട്, അഭിനന്ദിക്കുന്നു. ഇനി തൊട്ട് താഴെ മറ്റേ പാർട്ടിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. പേര് ദെമത്രിയോസ് അല്ലേ? അല്ല, അയ്യോ ദിയോക്രോസ്. ദെമത്രിയോസ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ദിയോക്രോസിനെ കുറിച്ച് പറഞ്ഞു, ഈ പത്രമാരുടെ ഒക്കെ പേര് പോലിക്കുന്നല്ലേ അച്ഛാ. ദിയോത്രഫോസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പുള്ളിയാണ് അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. ദൈവമേ, ഈ വയസ്സനായ യോഹന്നാനെ പോലും ദുർവാക്ക് പറഞ്ഞിട്ട് ആര് നടക്കുക? ഈ പുള്ളി നടക്കുക. ഉപദേശിമാരുണ്ടല്ലോ ഇവിടെ, നാടുകളെല്ലാം കച്ചവടക്കാരാ, യവന്മാർക്കൊക്കെ കോടിക്കണക്കിന് രൂപയാണ്. നമുക്കറിയാം, എസ്റ്റേറ്റുകളുണ്ട്, ബിനാമി പേരുകളിൽ ഫ്ലാറ്റുകളുണ്ട്, അതാ ഇതാ. ഇയാളങ്ങ് തകർത്ത് മാറുക. ഈ പാവ യോനാച്ചൻ ഉപദേശിയെ കുറിച്ച് പോലും അഭിഖ്യാതി പറഞ്ഞിട്ടുണ്ടാക്കി പറയാം, ഞാൻ ആ നേരിട്ട് വരുമ്പോൾ തന്നെ ആ പുള്ളിയുടെ ദുർവാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഞാൻ അവനെ ഓർമ്മ എന്ത് ചെയ്യും. പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഭയിൽ ആരാകാനാണ് പുള്ളിയുടെ ചിന്ത, സഭയിൽ പ്രധാനിയാകണം. അതുകൊണ്ട് പ്രധാനിയാകാൻ വേണ്ടി പാട്ട് പാടി സ്വോത്രം ചെയ്ത് മുന്നോട്ട് പോവുകയല്ല, ഉള്ളതെല്ലാം വിലക്ക് ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കി സംഗതി ഉണ്ടാക്കിയ അങ്ങനെ ഉള്ള ആളുകളെ ആമേൻ യോഹന്നാൻ അപ്പോസ്തലൻ ശാസിച്ചുകൊണ്ട് പറയുക, അങ്ങനല്ല. ആമേൻ, നിങ്ങളുടെ അരികിലൂടെ കടന്നു വരുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹം പ്രവൃത്തിയായിട്ട് തന്നെ വരണം. എല്ലാത്തിനെയും സംശയ ദൃഷ്ടിയോടുകൂടെ കാണാതെ വിശ്വസിപ്പാനും സ്വീകരിപ്പാനും അംഗീകരിപ്പാനും ഉള്ള ഒരു മനസ്സുണ്ടാവണം. കർത്താവിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ചില പാർട്ടികളിലൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റേ ട്യൂബും എല്ലാം കൂടെ കണ്ട് ആകെപ്പാടെ എന്നെല്ലാം വന്ന് വേണ്ടാത്ത മലിനതകളെല്ലാം ഇങ്ങനെ കേട്ടും വായിച്ചും ഇപ്പൊ സഭയ്ക്കകത്ത് വന്നൊരു സ്തോത്രം പോലും പറയുകയില്ല. പണ്ട് അമ്മാമ പറയാം, എന്റെ പാസ്റ്റർ എന്നെ നിർത്തില്ല. ഇപ്പൊ നമ്മൾ ദിവസനെ കാണുമ്പോഴല്ലേ എനിക്ക് മറ്റേ പാസ്റ്റർ മോഹം വരുന്നെന്ന്. നമ്മുടെ ഫേസ്ബുക്കിനകത്ത് കണ്ട പുള്ളി അത്രയും ഉടായ്പ കാണിച്ചിട്ടാണല്ലോ ഈ പുള്ളി പ്രസംഗിക്കുന്നതെന്ന്. ഞാൻ പിന്നെ അമ്മച്ചിയെ പ്രാർത്ഥിച്ച് ശാസിച്ചു. കാര്യം അമ്മച്ചി ഈ ഫിലോസഫി ഈ കോവിഡ് വന്നപ്പോൾ ഉണ്ടായൊരു കുഴപ്പമാണ്. ഇതെല്ലാം കണ്ടു കേട്ട് പറയാണ്, ഈ പാസ്റ്റർ കാണുമ്പോൾ സൗട്ട് പോട്ട് വിട്ടിരിക്കുന്ന മറ്റേ പുള്ളി എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉറക്കവും വരും. പിന്നെ പ്രാർത്ഥിച്ച് ജയമെടുക്കുകയായിരുന്നു. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മലിനന്മാര് പലരുണ്ടെങ്കിലും എല്ലാം മലിനമാണെന്ന് ധരിക്കരുത്. ഒരു കൊച്ചു ആയുസ്സേ ദൈവം തന്നിട്ടുള്ളൂ. അത് നന്നായിട്ട് ജീവിച്ച് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. ഉപദേശത്തിൽ നിലനിൽക്കുക, ക്രിസ്തുവിൽ നിലനിൽക്കുക, ദൈവവചനത്തിൽ നിലനിൽക്കുക, അതിഥികളെ മാനിക്കുക. ഓണർ ദ ബൗണ്ടറീസ്. അതിരികളെ ആദരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. വാതിൽ അടക്കേണ്ടിടത്ത് അടച്ചോണം, തുറക്കേണ്ടിടത്ത് തുറത്തോണം. ആമേൻ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇന്ന് പകൽ കേട്ട വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. എല്ലാ കണ്ണും അടച്ച് എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏകാഗ്രമാക്കി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ നാം വന്ന സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. പാട്ടുകളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ, ആമേൻ, ദൈവത്തിന്റെ സന്ദേശങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുക. അജു പാസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ന്യൂ പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ വരണം. ഈ കാറ്റ് അടിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വരാനാ. ഓരോ കാറ്റുകളും നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് തരുന്നു. കടലിന്റെ മീതെ നടക്കുന്ന കർത്താവ് കാറ്റിനെയും കോളിനെയും ഹല്ലേലൂയ കാൽക്കീഴെ അമർത്തുന്ന ആ ക്രിസ്തു ദർശനമുള്ളവരായി ജീവിപ്പാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സ്നേഹം ലംഘനങ്ങളുടെ ബഹുത്വത്തെ
മറക്കുന്നെങ്കിൽ സ്നേഹിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. സ്നേഹത്തിൽ ക്ഷമയുണ്ട്, ക്ഷേമത്തിൽ മറക്കലുണ്ട്, ഓർത്തെടുക്കലല്ല പ്രിയരേ. ആമേൻ. നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയും ക്രോധവും ഒക്കെ നമ്മെ തന്നെ ബലഹീനപ്പെടുത്തുകയേ ഉള്ളൂ. വിട്ടുകളക, വിട്ടുകള, വിട്ടുകള, വിട്ടുകള. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കാൻ നമ്മൾ സന്നദ്ധരാവാം. ഉടമന ശംധന ഉടിബല ഘടകജരാലവ. പ്രിയരേ, മാറ്റങ്ങളുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിന് മാറ്റമില്ല, അവന്റെ വചനത്തിന് മാറ്റമില്ല. ഈ കർത്താവ് മടങ്ങി വരാറായി. ഹല്ലേലൂയ. വിശ്വസ്തയോടെ അവന്റെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം. എല്ലാ കണ്ണുകളും അടച്ച് മനസ്സുകളെ ഏകാഗ്രമാക്കി കർത്തൃമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഹല്ലേലൂയ പാപികളായിരുന്നു നമ്മുടെ പൂർണ്ണമായ രക്ഷയ്ക്കായി, ആദാമ്യ വർഗത്തിന്റെ രക്ഷയ്ക്കായി ആമേ സ്വർഗത്തിന്റെ മണിമകുടമായ ആമേ തൃത്വത്തിന്റെ രണ്ടാമനായ തേജസ്സുവാരി ഉടുത്ത ദൈവപുത്രൻ ആമേൻ ഒരു ശിശുവായി ബേത്ലഹേമിൽ പിറന്നത് എത്ര ശ്രേഷ്ഠകരമായ ദൈവകൃപയാ. 33 വയസ്സിൽ അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമബലിയായിട്ട് തീർന്നു. അവന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം തന്നു, മക്കളാക്കി തീർത്തു. ജീവിക്കാ എന്ന വചനമാ നമ്മെ ഈ ദിവസം വരെ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ എന്റെ യേശു എനിക്ക് പകരമായി മരണം ആസ്വദിച്ചു. എല്ലാ മനസ്സും കണ്ണും ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് അഗ്രമായി ആമേ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കണ്ടാലും കാൽവറിയിൽ ഓ കുരിശിൽ ശിരസത് ഓ കണ്ടിടുക പ്രിയൻ